എല്ലാവർക്കും നമസ്കാരം. MS വേണുഗോപാൽ ആണ് കൂട്ടിയുള്ളത്. സാർ നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം വലിയ രീതിയിൽ ചർച്ചയായി ഒന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ രംഗപ്രവേശം. വേദിയിൽ നേരത്തെ വരുന്നു, അവിടെ കയറിയിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അത് NDA സർക്കാരിൻ്റെ കൊണ്ടുവന്ന ഒന്നാണ് വിഴിഞ്ഞം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ പടക്കോപ്പുകൾക്കപ്പുറമായി റിയാസ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുകയും ഇയാൾക്ക് നാണമില്ല എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ പോകുന്ന ആളെപ്പോലെ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ എല്ലാവരും ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചത്? അദ്ദേഹത്തിനെ വിളിച്ചിരുന്നോ, പോയിരുന്നതിൽ പ്രശ്നമുണ്ടോ എന്നതാണ്. അത് VIP വിസിറ്റിൻ്റെ ലൈസൺ ഓഫീസറായിട്ട് ഞാൻ ഒത്തിരി നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രോട്ടോക്കോളിന് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം നിശ്ചയമാണ്, ഈ പ്രധാനമന്ത്രിയുടെ ഒരു സദസ്സിലേക്ക് വിളിക്കാത്ത ഒരാളിനും കയറാൻ നോക്കില്ല. കയറിയാൽ SPG കോളറി പിടിച്ച് ഇങ്ങനെ മാറ്റും. രണ്ടാമത് ഷോൾഡർ വെച്ചൊരു ഈ മുട്ട് കയറ്റിയ ഒരു പുഷുണ്ട്, നമ്മുടെ ചെസ്റ്റിലായിരിക്കും കിട്ടുന്നത്. തെറിച്ച് 3 അടി അപ്പുറം പോകും. അത് അവരറിയാതെ ചെയ്യുന്നതാണ്, പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ ആക്ഷൻ. ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പല മന്ത്രിമാർ അവർ തൂക്കിയെടുത്ത് കളഞ്ഞോളയും. അപ്പോൾ മുഖ്യമന്ത്രി അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ പോകണം എന്നുള്ളത് അവർ നോട്ട് ചെയ്തിട്ടുണ്ടായി. അവർക്ക് നിർദ്ദേശം കാണും. അല്ലാത്തൊരാൾ ആ പ്രോട്ടോക്കോൾ ലൈനിൽ കയറിയാൽ ആദ്യം അവർ പതുക്കെ ഇങ്ങനെ വരികയാണ് ചെയ്യുക, എന്നിട്ട് കോളറെ പിടിച്ചിങ്ങനെ മാറ്റിക്കളയും. പല കോൺഗ്രസ് നേതാക്കളേക്ക് അങ്ങനെ ചെയ്ത് എനിക്കറിയാം. കോൺഗ്രസിൽ ഒരുപാട് ആൾക്കൂട്ടം കൂടുന്നുണ്ട്. രണ്ടാമത്തത് ഇങ്ങനെ ഒരൊറ്റ പുഷാണ്. ആ പുഷെന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ച് കലങ്ങി പോകും. ഒരുപാട് പേര് കരയുന്ന അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ആ വിധത്തിലാണ് പുഷ്. ഭയങ്കര സ്ട്രോങ് ആണ് ഇവന്മാര്, ഭയങ്കര ബോഡിയാണ്, വെൽ എക്യുപ്ഡാണ്. ഒറ്റ തട്ടിന് 10 അടി അപ്പുറം വേണമെങ്കിൽ എറിയാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് ക്ഷണിക്കാതെ ഒരിക്കലും അവിടെ കയറാൻ നോക്കില്ല. ക്ഷണിക്കാതെ കയറിയിരുന്നെങ്കിൽ അപ്പം തന്നെ കോളറി പിടിച്ച് മാറ്റിയത്. പക്ഷേ വേറൊരു അപാകത, അത് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കറക്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇദ്ദേഹത്തിന് ഒരു സീറ്റ് വേണം. അതുകൊണ്ടാണ് സീറ്റ് അവിടെ ഇട്ടതും. അത് SPGക്ക് നേരത്തെ അറിയാം ആരൊക്കെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വരും, ആരൊക്കെ പ്രധാനമന്ത്രിയുടെ ദൂരെ നിൽക്കും, ആരൊക്കെ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് അടുത്ത് ഇരിക്കും. ഇതൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതനുസരിച്ചാണ് SPGക്കാർ അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. ഇദ്ദേഹം ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ അവർ പിടിച്ച് മാറ്റിയാണ്. അപ്പോൾ ക്ഷണിക്കപ്പെട്ട ആളായതുകൊണ്ടും വേദിയിൽ പേരുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം കയറാൻ പോയപ്പോൾ അവർ തടുക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിൻ്റെ ഒരു അപാകതയും കൂടെയാണ്. മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. റിട്ടയറായി ഞാനിപ്പോൾ. ഞങ്ങളാണ് ഹോസ്പിറ്റാലിറ്റി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ പ്രോട്ടോകോൾ ഓഫീസർ അല്ലെങ്കിൽ ഒരു ലൈസൺ ഓഫീസർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇദ്ദേഹം സ്റ്റെപ്പ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ പറയേണ്ടതാണ്, സോറി സാർ, പ്രധാനമന്ത്രി വന്നിട്ട് നമുക്കിരിക്കാം, അങ്ങനെയൊരു സീറ്റ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിരിക്കാം എന്ന് പറയേണ്ടതായിരുന്നു. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണ്. ഇപ്പോൾ അദ്ദേഹത്തിനോട് ആരും പറയാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ കയറി ഇരുന്നത്. പക്ഷേ ആ കയറി ഇരിക്കുന്നത് പോലും ഒരു അനൗചിത്യമാണ്. അങ്ങനെ പ്രധാനമന്ത്രി ഇന്ന് വലിയൊരു മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിനോട് പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഒരു തലവനാണ്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി വളരെ മർമ്മപ്രധാനമായ ഒരു ദിവസമാണിത്. നമ്മൾ കണ്ടില്ല എത്ര വ്യാജ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ബോംബ് ഭീഷണി. അപ്പം അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ ആ ഒരു പ്രോട്ടോകോൾ ലംഘനം നടത്താൻ പാടില്ല. ഇത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. അതായത് VIP കയറാതെ മറ്റാരും അങ്ങനെ കയറാൻ പാടില്ല. VIPക്കാണ് അതിന് പ്രാധാന്യം. അത് അല്പത്തരമാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ ചിലപ്പോൾ ഒരു അവഗണന പുള്ളിക്ക് കിട്ടിക്കാണും. അതായിരിക്കും അദ്ദേഹം നേരെ കയറി ഇരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവിടെ പ്രോട്ടോകോൾ ഓഫീസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ അദ്ദേഹത്തെ, ഇപ്പം മന്ത്രിക്ക് പോകാനിപ്പം സമ്മതമില്ലെങ്കിൽ മിനിമം പ്രോട്ടോകോൾ ഓഫീസറെങ്കിലും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രോട്ടോകോൾ ഓഫീസറെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈസൺ ഓഫീസറെങ്കിലും ചെന്നിട്ട് പ്ലീസ് സാർ വരൂ, അവിടെ ഇരിക്കാം, ഇപ്പം അങ്ങോട്ട് കയറണ്ട സാർ എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കേണ്ടതാണ്. കാരണം ഈ VIPകൾക്കും ചിലപ്പോൾ മന്ത്രിമാർക്കും ഒന്നും ഈ പ്രോട്ടോകോൾ പൂർണ്ണമായി മനസ്സിലായെന്നിരിക്കില്ല. MLA മാർക്കൊക്കെ ചിലപ്പോൾ പ്രോട്ടോകോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. എന്തായിരുന്നു അവിടുത്തെ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയണമെന്നില്ല. അവിടെ ഒരു ആള് പോയി അദ്ദേഹത്തിന് തടുക്കേണ്ടതായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, രാജീവ് ചന്ദ്രശേഖർ ശരിക്കും അവിടെ ഇരിക്കേണ്ട ഒരാളാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. കാര്യം പ്രതിപക്ഷ നേതാവ്, കാര്യം UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ തലവനെ നിൽക്കുന്ന VD സതീശന് ക്ഷണം ലഭിച്ചു, എന്നിട്ടും അദ്ദേഹം പോയില്ല. ദെൻ വാട്ട് ഇസ് ദ റോൾ ഓഫ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചാൽ എന്ത് പറയും? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ ഇപ്പം അർഹതയില്ല. അല്ലെങ്കിൽ എല്ലാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇരുത്തേണ്ടതാണ്. ഒരു പാർട്ടിയുടെ മാത്രം അങ്ങനെ ഇരുത്തുമ്പോൾ ദേശീയ പാർട്ടിയാണ് അല്ലെങ്കിൽ
അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ ദേശീയ പാർട്ടിയുടെയും ഓരോരുത്തരെങ്കിലും ഇരുത്തണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഇപ്പോൾ അദ്ദേഹത്തിനെ മാത്രം ഇരുത്തിയത് എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തിനെ അവിടെ ഇരുത്തണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു തഴയൽ അവിടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ വേണ്ട രീതിയിൽ ഒരു സീറ്റ് തന്നെ കൊടുത്ത് ഇരുത്തണം എന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം അങ്ങനെ ഒരു സീറ്റ് കിട്ടിയാൽ പോലും അതിൻ്റെ ഒരു പക്വത അദ്ദേഹം നിലനിർത്തണം. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്ന പോലെ അദ്ദേഹം ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മുഹമ്മദ് റിയാസിനേക്കാൾ കൂടുതൽ കാലം MP ആയിരുന്ന ആളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം പിന്നെ 10 ലക്ഷത്തിൽ ഓളം വോട്ടർമാരിൽ വോട്ട് ചെയ്തപ്പം വെറും 16,077 വോട്ടിന് മറ്റാണ് അദ്ദേഹം തോറ്റത്. അദ്ദേഹം ജനപ്രതിനിധി ആയില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പക്വത വരെ എത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു വരേണ്ട ആൾ തന്നെയാണ്. MP എന്ന നിലയിലായാലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. പക്ഷേ അത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു മിതത്വം പാലിക്കേണ്ടതായിരുന്നു. പ്രധാനമന്ത്രി ഇരിക്കാതെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കയറാതെ ആ വേദിയിൽ അദ്ദേഹം കയറാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കയറാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പ്രോട്ടോക്കോളുകാർ ഈ മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രോട്ടോക്കോൾ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി വിങ് തന്നെ അത് ചെറുക്കേണ്ടതായിരുന്നു. ഞാനായിരുന്നു അത് അവിടുത്തെ VIP വിസിറ്റിൻ്റെ ലൈസൺ ഓഫീസർ എന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി അദ്ദേഹത്തിനെ തടുത്തേനെ. സോറി സാർ, പ്രധാനമന്ത്രി വരുന്നവരെ ആരും വേദിയിൽ കയറരുതെന്നാണ് പറഞ്ഞത്. സാറിന് ഞങ്ങൾ മുൻപത്തെ റോയിൽ തന്നെ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരെണ്ണം അറേഞ്ച് ചെയ്ത് തരാം, സാർ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടിരുത്തുകയാണ് ഞാനായിരുന്നെങ്കിൽ ചെയ്യുക. ഞാൻ ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ പറയാം. അവസാനത്തെ ഒരു ചോദ്യമായി ചോദിക്കുകയാണ്. പലപ്പോഴും ഈ BJP നേതാക്കളെയൊക്കെ കേരളത്തിൽ ട്രോൾ മെറ്റീരിയൽ ആക്കുന്നത് വളരെ വേഗമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിൽ കയറി പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലൊരു പ്രസംഗമൊക്കെ നടത്തി NDA സർക്കാരിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി സീരിയസ് ആണ് അദ്ദേഹം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലൂസിഫർ സിനിമയിലെ ഡയലോഗ് പറഞ്ഞും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ച് വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കി അദ്ദേഹത്തെ മാറ്റുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാവിയും അങ്ങനെയാണോ എന്നൊരു ചോദ്യത്തിനോട് മറുപടി നമുക്കിത് നിർത്താം. രാജീവ് ചന്ദ്രശേഖർ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം BJP എന്ത് ചെയ്താലും തെറ്റായി കാണുന്നവരുണ്ട്. BJP ചന്ദ്രയാനിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചതാണ്. BJP സർക്കാരാണ് പിന്നെ സൂര്യനിലേക്ക് പഠനത്തിന് പേടകം വിക്ഷേപിച്ചത്. പക്ഷേ ചാണക സംഖികൾ, ഗോമൂത്രം എന്നൊക്കെയുള്ള പേരിലാണ് അവരെ എല്ലാവരും അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു BJP എന്ത് ചെയ്താലും അതിൽ തെറ്റ് മാത്രം കാണുന്ന ഒരു വലിയ കണ്ണ് ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ മീഡിയ വളരെ പ്രത്യേകിച്ച്. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പറ്റിയതിനേക്കാൾ വലിയ അബദ്ധത്തിൽ അദ്ദേഹം ചെന്ന് ചാടും. തീർച്ചയായിട്ടും അദ്ദേഹം ആത്മപരിശോധന നടത്തണം. ആരെങ്കിലുമൊക്കെ പറയുന്ന ഉപദേശങ്ങൾ അദ്ദേഹം കേട്ട് അഭിപ്രായം പറയരുത്. എനിക്ക് തെറി വിളിക്കാനറിയാം, എനിക്ക് മുണ്ട് മടക്കി കുത്തി എന്തും പറയാം. അങ്ങനത്തെ ഒരു രാജീവ് ചന്ദ്രശേഖരനെ ഈ കേരള ജനത കാണുന്നേ ഇല്ല. ഇവിടെ മടക്കി കുത്താനും തെറി വിളിക്കാനും ഒക്കെ നമ്മുടെ ആശാനെ പോലുള്ളവരൊക്കെ ഇവിടെ ധാരാളമുണ്ട്. മണി ആശാനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ആ ഒരു ഗ്യാപ്പ് അങ്ങ് പരിഹരിക്കേണ്ട കാര്യമില്ല. എനിക്ക് കേരളത്തിലെ ജനങ്ങൾ താങ്കളെ കാണുന്നത് ഒരു ഉന്നതനായ ഒരു സ്റ്റേറ്റ്സ്മാൻ്റെ ലെവലിൽ പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തം അങ്ങനെ ഒരു മുഖം ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടിയാണ്. പിന്നെ BJP-യിൽ ഉള്ള നേതാക്കളെ പലരും നമ്മൾ ഇന്നാളെ സംസാരിച്ചു, ഒരു ബൗദ്ധികമായ ചർച്ചകളിലേക്കൊന്നും BJP നേതാക്കൾ വരാത്ത ആ ഒരു ഗ്യാപ്പ്, രാജീവ് ചന്ദ്രശേഖരനെ പോലെ എഡ്യൂക്കേറ്റഡ് ആയ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ബൗദ്ധികമായ ചർച്ചകളിലൂടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടടുത്ത് ഇങ്ങനെയുള്ള പെറ്റി പൊളിറ്റിക്കൽ ഡ്രാമകളിലൂടെ പോകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്തതാണ്. അത് അദ്ദേഹം വളരെ അധികം ആത്മസംയമനം പാലിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും കുറെ കൂടെ പോളിഷ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അവസാനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് തന്നെ താങ്ങാൻ പറ്റാത്ത, പാർട്ടിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു വലിയ അടിയായി മാറുകയും ചെയ്യും. ഇപ്പോൾ നടക്കുന്ന ട്രോളുകൾ അദ്ദേഹത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനെന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അതിൽ നിന്ന് പെട്ടെന്ന് മുക്തനാകാൻ ഒക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഒരു ഫോമുണ്ട്. അദ്ദേഹം ഒരു കൾച്ചേർഡ്, ഒരു സെൻസിബിൾ, ഒരു പ്രോഗ്രസീവ് തിങ്കിങ് പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം പുറത്തെടുക്കേണ്ടത്. അതിന് പകരം സാധാ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ സാധാ രാഷ്ട്രീയക്കാരനാവണം എന്ന്
പലരും പറയാറുണ്ട്. പണ്ട് ONV ഒരിക്കൽ പറയുണ്ടായി, പിന്നെ ഇലക്ഷന് നിന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ മുണ്ടും മടക്കി കുത്തി നിന്ന് ഓരോ ജംഗ്ഷനിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ അറിയാം, പക്ഷെ ഞാനതിന് മുതിരുന്നില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ആവണോ? എല്ലാവരെയും ചീത്ത വിളിക്കുകയും എല്ലാവരെയും പുച്ഛിക്കുകയും എല്ലാവരെയും തെറി വിളിക്കുകയും മുണ്ട് മടക്കി കുത്തി നിന്ന് സംസാരിക്കുകയും ചെയ്യേണ്ടതാണ് രാഷ്ട്രീയക്കാരനെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ തിരുത്താനാണ് ചന്ദ്രശേഖരനെ പോലുള്ളവർ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ BJPക്ക് ഇവിടെ ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേക്ക് പ്രസിഡന്റ് ആവുന്ന തരത്തിൽ എത്തുന്ന സമയത്ത് തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കാര്യം, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ കൂടി നല്ല കണക്ഷൻ ഉള്ളൊരു നേതാവ് കേരളത്തിലെ BJPക്ക് ഒരു പുതിയ മുഖം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷേ അദ്ദേഹം അടുത്തിടെ നടത്തിയ 2 കാര്യങ്ങൾ, പ്രസംഗമായിക്കൊള്ളട്ടെ, വിഴിഞ്ഞത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിക്കൊള്ളട്ടെ, ട്രോൾ മെറ്റീരിയൽ മാത്രമായി ചിത്രീകരിക്കപ്പെടുകയും ഇനി അത് നാളെ എന്ത് ചെയ്താലും ആ രീതിയിൽ മാത്രം ചിത്രീകരിക്കുക, ഒരു കോമാളി കഥാപാത്രം എന്ന രീതിയിൽ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരാളുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. ആ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് ഈ നാട്ടിലെ മീഡിയ അദ്ദേഹത്തിനെ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കൊണ്ടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. എന്തായാലും അത്തരം വിഷയങ്ങൾ അദ്ദേഹം പക്വത പാലിക്കേണ്ടതുണ്ട്. നമസ്കാരം സർ.